ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫിഷ് മോളിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു അടിപൊളി ഫിഷ് മോളി, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കിടു കോമ്പിനേഷനാണ് നമ്മുടെ ഈ ഫിഷ് മോളി. ഫിഷ് മോളി എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, കമന്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. ഫിഷ് മോളി ചെയ്യാനായി നല്ല സോഫ്റ്റും അതുപോലെ ഫ്ലഷ് ഉള്ളതുമായിട്ടുള്ള മീനാണ് സാധാരണ എടുക്കാറുള്ളത്. ആവോലി, കരിമീൻ, നെയ്മീൻ എന്നിവ പോലുള്ളത്. ഞാനിവിടെ നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ നെയ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 3 ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെയ്മീൻ കഷ്ണങ്ങളെ ഇട്ട് നന്നായിട്ട് മസാലകളെല്ലാം പുരട്ടി എടുക്കാം. മസാലകൾ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെ നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഒരു പാത്രം, ഞാനൊരു ചട്ടിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ഇപ്പോൾ മീൻ വറുത്ത എണ്ണ മാക്കി ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ 2 കാര്യം. കാരണം ഈ എണ്ണയ്ക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ മീൻ വറുത്ത എണ്ണയില്ലേ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടി ഇതിലുണ്ടാകും. പിന്നെ ഒന്ന് എണ്ണ വെറുതെ കളയണ്ട, ഈ എണ്ണ കളയണ്ട എന്ന് കരുതിയും കൂടി. അങ്ങനെ 2 കാര്യത്തിലാണ് ഞാൻ ഈ എണ്ണ തന്നെ യൂസ് ചെയ്യാൻ കാരണം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 7-8 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ഇതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു മീഡിയം സൈസുള്ള സവാള, 2 സവാള എടുത്തിട്ടുണ്ട് മീഡിയം സൈസുള്ള, അതിന് ചെറുതായി അരിഞ്ഞ് പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് ബ്രൗൺ നിറമൊന്നും ആവണ്ട, ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതിയാവും. അതായത് നമ്മൾ ബ്രൗൺ നിറത്തിലേക്ക് പോകുന്ന ആ ഒരു ടൈപ്പിലേക്ക് വന്നാൽ മതിയാകും. അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അല്പം ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം നല്ല വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് വഴറ്റിയാൽ മതിയാകും. അതിനുശേഷം നമുക്ക് തേങ്ങയുടെ 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഇതിന് ആവശ്യമാണ്. 2 തരത്തിലുള്ള പാലെടുക്കണം, 1ാം പാലും 2ാം പാലും. അതായത് ഏകദേശം 2 കപ്പോളം തേങ്ങാപ്പാൽ, അതായത് 2ാം പാല് ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് 1 തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2ാം പാൽ ചേർത്ത് ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കൂടെ തന്നെ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം ഉപ്പ് ചേർത്തത് നോക്കിയതിന് ശേഷം മാത്രമേ ചേർക്കാവൂ. ഞാൻ അല്പം ഉപ്പേ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പ് ചേർത്തത്. ഇതൊന്ന് നന്നായി വെട്ടി തിളച്ച് വരുമ്പോൾ നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 ടൊമാറ്റോ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതും, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും, കറിവേപ്പിലയും പിന്നെ 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് ഒന്ന് ചുറ്റിച്ച് വെക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വിനാഗിരിക്ക് പകരം നാരങ്ങ നീരും ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10 കശുവണ്ടി ഒന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തുകൊണ്ട് വന്നതാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കൂടെ തന്നെ 3/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. പതുക്കെ ഇളക്കി കൊടുക്കാവേ പാടുള്ളൂ. ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. അത് തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടായാൽ മതിയാകും.
ഇനി അവസാനമായി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനെ ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഫിഷ് മോളി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഒരു ഒക്കേഷൻ വരുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് ഈ ഫിഷ് മോളി. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ കൂടെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.